വളരെ ചെറുപ്പം മുതൽ നമ്മൾ കേട്ടു പരിചയിച്ച ശബ്ദമാണ്. ഞാൻ ഓർക്കാണ് സമദാനി സാഹിബ് കോട്ടക്കൽ കുറ്റിപ്പുറത്ത് ചെനക്കല പാറപ്പുറത്ത് റമദാൻ പ്രഭാഷണം നടത്തുന്ന അന്ന് നമ്മൾ പോയി പങ്കെടുത്തിട്ടുണ്ട്. സ്റ്റേഡിയത്തിൽ പ്രഭാഷണം നടത്തുന്നത് അന്നും പോയിട്ടുണ്ട്. കടപ്പുറത്തായപ്പോ അന്നും നമ്മൾ പോയിട്ടുണ്ട്. സമദാനി സാഹിബിന്റെ ചില കോട്ടുകളൊക്കെ ഞാൻ ചിലപ്പോൾ ക്ലാസ്സിൽ ഉദ്ധരിക്കാറുമുണ്ട്. അപ്പൊ അത്രയും നമ്മള് മനസ്സിൽ, അതുകൊണ്ടാണ് ദാർഹൃദയമായി വളരെ ദീർഘമായി ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ഒരു മഹനീയ വ്യക്തിത്വം കൂടിയാണ്. അവരിൽ നിന്ന് പല പൊതുപ്രവർത്തന രംഗത്ത് വളരെ പരിചയമുള്ള ബഹുമാന്യ വ്യക്തിത്വമാണ്. അവരിൽ നിന്ന് കുറെ നമുക്ക് പ്രബോധന മേഖലയിലും നമുക്ക് ഉപയോഗപ്പെടുത്താനുണ്ടാകും. അള്ളാഹു ദീർഘകാലം ഈ രംഗത്ത് തുടരാനും നമ്മോടുമായി സംവദിക്കാനൊക്കെ ഉള്ള ഒരു തൗഫീഖ് അദ്ദേഹത്തിന് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഉസ്താദിന്റെ വാക്ക് എന്നെ വികാരഭരിതനാക്കി. ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്താ നിങ്ങൾക്കറിയോ? വികാരഭരിതനാവുക. ഞാൻ പറയാറുണ്ട്, സമദാനി സാഹിബിന്റെ ആമുഖങ്ങളൊക്കെ നിങ്ങൾ കേട്ട് പഠിക്കണം. ക്ലാസ്സിൽ ഞാൻ അവരോട് അത് ഒന്നുകൂടി ഇവിടെ ആവർത്തിക്കുകയാണ്. ഒരു പ്രഭാഷണം സമദാനി സാഹിബ് തുടങ്ങുന്നത്, കാലത്തിന്റെ മഹാപ്രവാഹത്തിനിടയിൽ ഭൂമിയിൽ വന്നവർ നാം, എവിടെ വെച്ചോ പരസ്പരം കണ്ടുമുട്ടാൻ വിധിക്കപ്പെട്ടവർ നാം, സ്നേഹത്തോടെ ജീവിതം ജീവിച്ചു തീർത്ത് തിരിച്ച് ഈ ഭൂമിയിൽ നിന്ന് മടങ്ങിപ്പോകേണ്ടവർ നാം. അടുത്തതാണ് ഇനി വളരെ പ്രധാനപ്പെട്ടത്. ദർശനത്തിന്റെ ചക്രവാളങ്ങളിലൂടെ കാലത്തിന്റെ വിളിയാളം പോലെ മുഴക്കപ്പെട്ട വചനങ്ങൾക്ക് അനുബന്ധം കുറിക്കേണ്ടവർ നാം. ഞാൻ കീഴടങ്ങി. ഇതോടുകൂടി സദസ്സ് സമദാനി സാഹിബിന്റേതായി മാറുകയാണ്. ഏതായാലും വീണ്ടും വീണ്ടും ഞാൻ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബൗട്ടേന്റെ പേരക്കുട്ടിയാണെന്നാണ് പറഞ്ഞത്. ഞാൻ അപ്പോഴാണ് മനസ്സിലാക്കുന്നത്. മാഷാ അല്ലാഹ്. ഒരു രക്ഷയില്ല. ഞാൻ തന്നെ ഓർക്കണുണ്ടാവില്ല, അപ്പോഴാണ് എന്നെ പ്രകോപിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരു കവിത ചൊല്ലാണ്. നമ്മള് ബാറ്ററി ചാർജഡായി. ഞാൻ വന്നപ്പോ അത്ര ചാർജഡ് ആയിരുന്നില്ല. അപ്പൊ ചില്ലറ ചാർജിങ് ഒന്നുമല്ല ഇവിടെ നടക്കണത്. मैं ख्यालो ख्वाब की महफिले, उर्दू वालों के तवज्जो के लिए खास मैं गहरी दिलचस्पी से ये आपके सामने पेश करना चाहता हूँ और मेरे सब भाइयों के सामने. मैं ख्यालो ख्वाब की महफिले न बेक़द्र सजा सका, मैं ख्यालो ख्वाब की महफिले न बेक़द्र सजा सका, तेरे एक नजर के साथ ही मेरे सब इरादे बदल गए. അർത്ഥം പറഞ്ഞ അതിന്റെ സൗന്ദര്യം ഞാൻ കളയണില്ല. അത് അവിടുത്തെ ഉറുദുക്കാരായ സുഹൃത്തുക്കളൊന്നുകൂടി വിശദീകരിക്കും, അല്ലാത്തവർക്കും അറിയായിരിക്കും. सब लोग उर्दू पढ़ते हैं और सब लोग उर्दू पढ़ते हैं. मलयाली हमारे यहाँ उर्दू में तकरीर भी करते हैं. मैं जानता हूँ, समझता हूँ. 12 साल की सिलेबस. और मुझे महसूस, ഉറുദുവിലൊരു നല്ല വാക്കാണ് മെഹസൂസ്. ഹിന്ദിയിലെ ഉറുദു വാക്കുകൾ ഇല്ലാതാക്കാനുള്ള ഒരു പരിപാടിയൊക്കെ നടക്കുന്ന ഒരു കാലമാണ്. നിങ്ങൾക്കറിയാലോ, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ ശ്രമിക്കുന്ന ഒരാള് പാർലമെന്റിൽ പ്രസംഗിച്ചപ്പോ മെഹസൂസ് എന്ന് പറഞ്ഞ്, അപ്പൊ ഞാനൊന്ന് നോട്ട് ചെയ്ത്, ഇതില്ലാതെ കഴിയില്ല എന്നർത്ഥം. ആ ഭാഷയുടെ സൗന്ദര്യമാണ് മെഹസൂസ്, എഹ്സാസ്. मैं ख्यालो ख्वाब की महफिले, ഇങ്ങോട്ട് വന്നപ്പോ न बेक़द्र सजा सका, ഭാവനയുടെയും സ്വപ്നത്തിന്റെയും സദസ്സുകളെ എനിക്ക് വേണ്ട പോലെ അലങ്കരിക്കാൻ കഴിയാതെ പോയി. ഇങ്ങോട്ട് വരുമ്പോഴേ എനിക്ക് വേണ്ടത്ര ആദാബ് പാലിച്ചോന്ന് എനിക്കറിയില്ല. मैं ख्यालो ख्वाब की महफिले न बेक़द्र सजा सका, तेरे एक नजर के साथ ही
मेरे सब इरादे बदल गए. നിന്നെ കണ്ടതോടെ എന്റെ എല്ലാ ഉദ്ദേശവും മാറിപ്പോയി. അസ്സലാമു അലൈക്കും പറയാം. നിന്നേന്ന് ഉറുദുവില് താങ്കളെ എന്നുള്ള അർത്ഥത്തിലാണ്. തേരെ എന്ന് പറഞ്ഞ അപ്പ്, വളരെ സ്നേഹം കൂടുമ്പോ. ജബ് പ്യാർ ഹദ് സേ ബഡ് ഗയേ സ്വതാരെ തകല്ലുഫ് മിട്ട് ഗയേ. ജബ് പ്യാർ ഹദ് സേ ബഡ് ഗയേ സാരെ തകല്ലുഫ് മിട്ട് ഗയേ. आपसे फिर तुम हुए, तुमसे फिर तू. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വളരെ സന്തോഷായി. ഇപ്പൊ ഇനി എവിടെ പോകുമ്പോഴും സൂക്ഷിക്കണം. ഇമ്മാതിരി അറിവിൻ പെട്ടി മാത്രമല്ല, ഓർമ്മപ്പെട്ടി, മനസ്സിൽ ഓർമ്മയുടെ വലിയ വലിയ ശേഖരങ്ങൾ സൂക്ഷിക്കുന്ന, പ്രത്യേകിച്ച് അതാണ് ദാറുൽ ഹുദയുടെ ഉസ്താദുമാരുടെ, അതാണ് ഇവിടുത്തെ ടീച്ചിങ് ഫാക്കൽറ്റി. അവർക്ക് അള്ളാഹു എല്ലാ സൗഭാഗ്യങ്ങളും നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇനിയും കാണാൻ നമുക്ക് ഇരുന്നിട്ട് നമുക്ക് ഈ മരച്ചോട്ടിൽ നമുക്ക് ഈ മുറ്റത്തിരിക്കണം ഇൻഷാ അല്ലാഹ്.